വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഹാസാസ് വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തലേ ദിവസമാണ്. നമ്മളൊരു ഇപ്പം എടുത്തിരിക്കുന്ന 7:40 ആണ്. നമ്മൾക്ക് ഇനി ഒരു 9:30 അവളാണ് നമുക്ക് എയർപോർട്ടിലോട്ട് പോകാനുള്ളത്. സോ ഇപ്പോൾ ബാഗൊക്കെ കവർ ചെയ്തിട്ടുണ്ട് റാപ്പർ വെച്ചിട്ടൊക്കെ. ഇപ്പോൾ ഹൈക്ക് ഡ്രസ്സ് മാറാനുണ്ട്. പിന്നെ ഞാൻ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. സോ നമുക്ക് മേക്കപ്പ് ചെയ്യാനുണ്ട്. സോ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഞാനാണ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ റെഡിയില്ല. അപ്പം ഹയാണ് ചെയ്യുന്നത്. ഇട്ടോളൂ. ന്യൂഡിൻ്റെ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ഓഫ് ചെയ്യാണ്. കാരണം ഒട്ടും രസമില്ല. സോ ലിപ് റിമൂവറാണ്, ലിപ് കളർ റിമൂവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വർക്കായിട്ടില്ല. അത് കുറച്ച് വെള്ളം എത്തിച്ചാൽ മതി. നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ചെയ്യാറുണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ. ലാസ്റ്റ് തീർന്നു. ഇതും സുഡിയോന്ന് വാങ്ങിച്ചാണ് നമ്മൾ. സുഡിയോ ലിപ് കളർ റിമൂവർ വൈപ്സ് T3 ബയോഡിഗ്രേഡ്. അപ്പോൾ ഇനി നമുക്ക് കളയാം. 30 റുപ്പീസാണ്. 29 ആയിട്ടാണ് കാണിച്ചത്. ഞാൻ റൗണ്ട് ഓഫ് ചെയ്ത് 30 ആണ്. പോയോ? കുറച്ചും കൂടി ആ സൈഡിലേക്കൊക്കെ ആക്കുക. ഒന്ന് കാണിക്ക് ഗൈസ്. അപ്പോൾ ഹെസ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ ഇടുന്ന ലിപ് ബാം ഞാൻ ഇട്ടോ കുഴപ്പമില്ലല്ലോ. ഇല്ലില്ല, ലിപ് ബാം ഇട്ടോ. മാമാർത്തിന്റെ ഒരു പരസ്യം ഹൈ ചെയ്തിരുന്നു. പരസ്യമല്ല, ഒരു പ്രോമോ. അപ്പം അതിൻ്റെ ഓക്കെ. അപ്പോൾ റേഞ്ച് അടിപൊളി. ശരിക്കും ഇഷ്ടമാണ്. ലിപ് ബാം ഉണ്ടോ? അത് ലിപ്സ്റ്റിക് അല്ല, റോസ്റ്റിൻ്റെ ഉള്ളത്. റോസ്റ്റിൻ്റെ ചെറി ഫ്ലേവർ ആണ്. എനിക്ക് ഈ ഫ്ലേവർ റോസ് അല്ല, ചെറി അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്കിത് ഇഷ്ടപ്പെട്ട്. ഇനി ഇതിൻ്റെ വേറെ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. അതൊക്കെ ആ പരസ്യത്തിൽ കാണിച്ചിട്ടുണ്ടാവും. ഇല്ലില്ല, ഞാൻ ഈ ഷെയ്ഡ് മാത്രം കാണിച്ചു. വീഡിയോ എടുക്കാം. ഹെസ ദുബായിന്ന് വെച്ച് കരഞ്ഞു. ഫ്ലൈറ്റിൽ എടുക്കാൻ നേരത്ത് ടേക്ക് ഓഫിനാണ് കരഞ്ഞു. പൊന്തുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കരഞ്ഞു. ഇനി ഞാൻ എടുത്തരാം കേട്ടോ ഗൈസ്. ഇനി ഞാൻ വീഡിയോ എടുക്കാം ഗൈസ്. എനിക്ക് ശരിക്കും പേടി എന്താണെന്ന് പറയാം. നമ്മൾ 3 ഫ്ലൈറ്റിന് പോകുന്നുണ്ട് ഗൈസ്. അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളടുത്ത്. സോ ഗൈസ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നെയിൽ പോളിഷ് ഇടുന്ന സമയത്ത് ഇത് ചുണ്ടോ ഉറച്ച് വെക്കുന്നു. ഇവളിങ്ങനെ വെറുതെ നമ്മളിങ്ങനെ ഇടുമ്പോത്തിന് എന്റെ കൈ ഷോർട്ട് ആയതുകൊണ്ട് കുറച്ച് താഴാണ്. കൊറിയൻ ടൈം അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അത് കുഴപ്പമില്ല. ഏതായാലും ഇത് കണ്ടോ ഉള്ള ചുണ്ട് ശരിക്കല്ലേ? വീഡിയോ എടുക്കണോ? ഞാൻ കരയണം. അത് ഞാൻ എനിക്ക് കാണിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് ഞാൻ ആ സമയത്ത് ചിലപ്പോൾ ഞാൻ കണ്ണുകൂട്ടിയിട്ട് യെസ്. ഇപ്രാവശ്യം കരഞ്ഞില്ലെങ്കിൽ നടക്കുന്നുണ്ടാവില്ല. പക്ഷെ കരയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പോകുന്നത് വേറെ ഫ്ലൈറ്റിലല്ല യെസ്. വേറെ ഫ്ലൈറ്റിലല്ല നമ്മൾ പോകുന്നത്. ഇവന്റെ കൈ വേദന ഇനി കേട്ടാളായി. അങ്ങനെ എടുക്കല്ലേ. അപ്പൊ അതിലത്തെ ലിപ്സ്റ്റിക്ക് ഫുള്ള് ഇതിലേക്കാവും. നീ ഞാനിപ്പോൾ പറഞ്ഞത് ചെയ്യേ. അവ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടുണ്ട്. കുറച്ച് ഓവറായി പോയി. നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ തേച്ച് വരക്കല്ലേന്ന്. അവിടേക്ക് ഓക്കെ ഗൈസ്. അപ്പോൾ ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊന്നും മുകളിലേക്കൊന്നും കുറച്ചും കൂടി ഇടാനുണ്ട്. മുകളിലേക്ക് ആയിട്ടില്ല. കണ്ടോ, ആ ബോർഡർ തന്നെ കാണാൻ പറ്റും. ഓക്കെ ഓവർ ഇടണം കേട്ടോ. നല്ലതല്ല നമ്മുടെ ഇതിനൊന്നും ഈ ലിപ്സ്റ്റിക്ക് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ പ്ലേ ലിപ്സ്റ്റിക് ഒക്കെ ഇടാം. അത് പെണ്ണാട്ടോ ഗൈസ്. അടക്ക് മതി.
ദിസ് ഇസ് എ കവായി ക്ലിപ്പ്. ഇത് നല്ല ഫേമസ് ആണ്. എൻ്റെ ഫ്രണ്ട് ഒരു ഗിഫ്റ്റ് തന്നതാണ്. ഇതും നല്ല ഫേമസ് ആയ നല്ല എനിക്കിത് ഈ സ്ക്രഞ്ച് ഇഷ്ടപ്പെട്ട്, ഈ കവായി ക്ലിപ്പ് ഇഷ്ടപ്പെട്ട്. കവായി ക്ലിപ്പ് എനിക്ക് ഫേമസ് ആണെന്ന് പോലും അറിയില്ലായിരുന്നു. പിന്നെയാണ് ഇത് മേടിച്ചപ്പോഴൊക്കെയാണ് അറിഞ്ഞത് ഫേമസ് ആണെന്ന്. എനിക്കറിയായിരുന്നു ഓൾറെഡി. ഓക്കെ, അപ്പോൾ ഇനി എന്താന്ന് വെച്ചാൽ ഇനി സെറ്റാഫിൽ ഇടണം. സെറ്റാഫിൻ്റെ അത് വെറുതെ ഒരു സൺസ്ക്രീൻ പോലത്തെ സാധനമാണ്. അതുകൊണ്ട് കയ്യിലിട്. അതെ, അവിടെയൊക്കെ കുറേ ആവും. ഞാൻ ഇത്തിരി എടുത്തോളൂ കേട്ടോ. നിന്നെ കൊണ്ട് ഞാൻ തേച്ചിട്ടുണ്ട്. ഇനി ഇത് സോപ്പ് അരക്കണമല്ലോ. അടക്കടക്ക് സോപ്പ് കണ്ടോ? ഇതൊന്നല്ല ഞാൻ ചോദിച്ചത്. അടക്ക് തേക്കട്ടെ. ഇത് ഭയങ്കരമായിട്ട് കൂടി. അല്ലാതെ എനിക്കും ആവണ്ടാകാ. അങ്ങനെ ഉണ്ടാവും പിന്നല്ലാണ്ട്. കൂടിന്നല്ലാതെ ഞാൻ ഇത്ര കടന്നിട്ട് നോക്ക് വൈറ്റാണ്. നിങ്ങൾ ചിരിക്കില്ല കേട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. അവിടെ റബ്ബേട്ടെ. അത് പിന്നെ ഉണ്ടാവും. ഞാൻ ചെയ്തോളാം. നോക്കട്ടെ. തുടക്കണ എന്താണ് അത്? നല്ലതാണ്. ഞാൻ ഈ വക ക്രീമൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഇട്ടു. എനിക്കിഷ്ടമാണ്. എനിക്കിഷ്ടമുള്ള നീ എല്ലാ ലോകത്തിലെ ഏറ്റവും വലിയ ക്രീമൊക്കെ ഇട്ടു. സെറ്റാഫിൽ ആർക്കൊക്കെ ഇഷ്ടമാണെന്നും പിന്നെ ആരൊക്കെ ഉപയോഗിക്കാറുണ്ടെന്നും ഒന്ന് കമന്റ് ചെയ്യും. നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. ഫ്ലൈറ്റിൽ വെച്ചിട്ട് കാണാട്ടോ. സോറി ഗൈസ്, ഫ്ലൈറ്റ് അല്ലേ, ലോഞ്ചിൽ വെച്ചിട്ട് നമ്മളിനി ലോഞ്ചിൽ പോവാണ്. ഫുഡ് ലോഞ്ചിലാണ് പോകുന്നത്. നമ്മൾ ഫുഡ് ലോഞ്ച്. നമ്മൾ ലോഞ്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ലോഞ്ചിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലൈറ്റ് എടുക്കാം. ഇപ്പോൾ ഹെസ തിരയുന്ന ഒരു ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹെസയ്ക്ക് അത്രയും ഇഷ്ടമാണ് ഫുഡൊക്കെ. നോക്കാം. അതിന് മുന്നേ ഇവിടെ നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. റൈസാണ് എടുക്കണത്. ഓക്കെ, അപ്പം നമ്മളെ പ്ലേറ്റ് നമ്മൾ കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞിട്ട്. ആണ് എടുത്തത്. എനിക്ക് പനീറും എന്തൊരു ബ്രെഡ് പോലത്തെ ഒരു സാധനം, ബണ്ണ് പോലത്തെ. ഇത് സ്വീറ്റ് ബർഫി. ഇതെന്താണെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. 1 സ്റ്റീംഡ് റൈസ്, പിന്നെ എന്താ പറയുക പനീർ കറി, പിന്നെ ഇവിടെ ഞാനൊരു സംഭവം ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ചിക്കൻ ഇത് ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി ഇത്തിരി കിട്ടിയുള്ളൂ, കറച്ചൊന്നും സ്റ്റൈലില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കും ഇത്രേ ഉള്ളൂ മെയിനായിട്ട്. പിന്നെ വരുന്നതെല്ലാം നമ്മുടെ എന്താ പറയുക ഇങ്ങനെ ഇതുപോലത്തെ ഒക്കെ സംഭവങ്ങളാണ്. ഇങ്ങനെ ബണ്ണ് ഇതൊക്കെയാണ് വരുന്നത്. അപ്പം പായസം ഉണ്ട്, പക്ഷെ ഞാൻ എടുത്തില്ല. പായസം ഉണ്ടോ? പരിപ്പ് പായസമാണ്. ഓക്കെ, അപ്പം നമുക്ക് തിന്നിട്ട് കാണാം. നമ്മൾ 2 പെപ്സി ഞാൻ എടുത്തത് ക്യാപ്ചീനോ, 2 പെപ്സി, ഹയർ 2 പെപ്സി. ഞാൻ റിയലിൻ്റെ എന്തോ സംഭവം, പിന്നെ ക്യാപ്ചീനോ, പിന്നെ സൂപ്പാണ്. ഇതിൻ്റെ സ്പൂൺ ഇപ്പോൾ വരും. കുടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ സ്പൂണ് വന്നിട്ടുണ്ട്. ചൂടുണ്ട് ഒന്ന് വേഗം കേട്ടോ. കുറച്ച് കുറേ നേരം സ്ലോ മോഷൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്ത് സൂപ്പാ? എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ സൂപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ക്യാപ്പച്ചീനോ നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ചട്ടം പീസിനെ കണ്ടു. അപ്പോൾ ആനി ചേച്ചീനെ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാനെല്ലാം ഹെസ പോയി എടുത്തു. ഞാനും പിന്നെ വേറെ എബിൻ ചേട്ടനൊക്കെ കണ്ടു കേട്ടോ. അവരുടെ അടുത്തൊക്കെ ഹായൊക്കെ പറഞ്ഞു. അവരവിടെ ഉണ്ട്. ഇപ്പോൾ അവരും നമ്മളെ ഫ്ലൈറ്റിൽ തന്നെയാണ്, ബാങ്കോക്കിലേക്കാണ്. അപ്പോൾ അവരെ കാണാം. അവൾക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, ഞാൻ എല്ലാവർക്കും വെച്ചേക്കും. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസം വരികയാണ്.
ഹെസയ്ക്ക് പേടിയാണ്. വലുത് കാലം വെച്ച് കയറ്. ഹെസ റൈറ്റിലേക്ക് വെച്ച് കയറ്. ഹെസ നല്ല ടെൻഷനിലാണ്. ഞാൻ കോപ്പറ്റ്സ് വെച്ച് ഞാൻ എൻ്റെ ടെൻഷനൊക്കെ മൊത്തം മാറാം. കാരണം ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. നല്ല ടെൻഷനിലാണ്, നല്ല കരഞ്ഞു. അപ്പം നമ്മളെ ഫ്ലൈറ്റ് ഇപ്പോൾ മൂവിങ് ആണ് കേട്ടോ. ഇപ്പോൾ ഹെസ പേടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ജാപ്പനീസ് റൈസും പിന്നെ ചിക്കൻ തെരിയാക്കി എന്ന് പറഞ്ഞൊരു സാധനം. അതുകൊണ്ട് പിന്നെ ഒരു മിനറൽ വാട്ടർ തന്നിട്ടുണ്ട് അവർ. ഇപ്പോൾ നമ്മൾ എൻജോയിങ് ആണ് നമ്മളെ ഫ്ലൈറ്റ്. ഹെസ ഇവിടെ പേടിച്ച് അനൗൺസ് ചെയ്തു 5 minutes കൊണ്ട് നമ്മൾ ലാൻഡ് ചെയ്യുന്നുണ്ടോ. സ്ഥലം എത്താറായി, നമ്മൾ ലാൻഡിങ് ആണ്. അപ്പോൾ ഫുള്ളും സോളാർ പാനൽസ് അവിടെ വെച്ചാണ്. ഓ മൈ ഗോഷ്, അപ്പോൾ ഇതാണ് സിറ്റി, നമ്മൾ കാണാൻ പോകുന്ന സിറ്റി. ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ലാൻഡായി. ഇപ്പോൾ നമ്മൾ റൂമിലേക്കാണ്. ഓക്കെ, പിന്നെ റൂമിൽ വെച്ച് കാണാം. Salad, chili chicken, steamed rice. വട്ടാണ് എന്താന്ന് മനസ്സിലായിട്ടില്ല. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടിട്ട്. ഞാനിപ്പോൾ ഗെറ്റ് റെഡി ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ സെറ്റപ്പിലാണ് യൂസ് ചെയ്യുന്നത്. ഇത്തിരി ഇടുന്നുള്ളൂ, ഇത്തിരി കേട്ടോ, കാരണം ഇത്ര മതി. ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. ഫസ്റ്റ് ഈ ഭാഗത്തോട്ട് നല്ലതാക്കി കൊടുക്കാം. ഇങ്ങോട്ടേക്ക് എനിക്ക് ആ കണ്ണാടി കൂടെ കണ്ണാടി ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഈ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് ഗൈസ്. എന്താണെന്നറിയോ? പറഞ്ഞോട്ടെ, നമ്മൾ ടൈഗറിനെ കാണാൻ പോവാം ഗൈസ്. ടൈഗറിനെ നമ്മൾ തൊടുന്നതായിരിക്കും. നീ തൊടൂല, എനിക്കറിയാം. മാമകത്തിന്റെ മറ്റേ ചെറിയിട്ടുണ്ട്. ചെറിയിട്ട് നല്ല കളറായിട്ട്. ഓക്കെ, അത് ഇനി എടുക്കുന്നത് ന്യൂഡാണ്. നെക്സ്റ്റ് എടുക്കുന്നത് ന്യൂഡാണ്. അങ്ങനൊന്നും ചെയ്യണ്ട, അങ്ങനെ ചെയ്ത ബോറാണ്. പുറത്തേക്ക് പോണ്ട്. 12 മണിക്ക് കണ്ടോ? ഇതിപ്പോ 12 മണിയായി അറിയാം.
നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്ന ലിപ് ഗ്ലാസ് കൂടുണ്ട്. ഞാൻ പറഞ്ഞത് ഒരക്കല്ലേ. ഓക്കെ, കണ്ടിന്യൂ. ഇവിടെ പുറത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ, പുറത്തൊക്കെ ആയിട്ട്. മറ്റേത് ഫസ്റ്റ് നമ്മൾ പോകുന്നത് എന്തായിരുന്നു? പട്ടായം. പട്ടായല്ലേ. ഇനി അടുത്തത് എനിക്കിനി ഈ ലൈനർ ഇടാണ്ട് ടൈഗറിലോട്ടാണ് പോകുന്നത്. റിസപ്ഷനിലാണ് നിൽക്കുന്നത്.